തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരു ദിവസം എൻ്റെ മൂത്ത മകൻ ഞങ്ങൾ മാതാപിതാക്കൾ ഉറങ്ങുന്നിടത്തു നിന്ന് മാറി തൊട്ടടുത്ത മുറിയിൽ തനിയെ കിടന്നു. അങ്ങനെ 1-2 ദിവസം തനിച്ചുറങ്ങിയതിന് ശേഷം ഒരു ദിവസം രാവിലെ അവൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ആ കട്ടിലിൽ നിന്ന് താഴോട്ട് വീണു. പിറ്റേന്ന് മുതൽ രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഞാൻ ചെന്ന് നോക്കും. അവൻ്റെ ആ കിടക്കയുടെ താഴെ ഞാൻ ഒരുപാട് തുണികളും തലയണയൊക്കെ വിതറി, എങ്ങാനും കുഞ്ഞ് താഴെ വീണാൽ അവനൊന്നും സംഭവിക്കാതിരിക്കാൻ. സങ്കീർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു കരുതലിനെ കുറിച്ച് 91-ാം സങ്കീർത്തനം പറയുന്നത്, നിന്റെ വഴികളിൽ നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരെ നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പലപ്പോഴും നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾ നിലം പൊത്താതിരിക്കാൻ, നമുക്ക് വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ വഴിത്താരകളിൽ എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ ഇത്തരം കരുതലുകൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പഠനത്തിലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക സമയത്തോ നമ്മളിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയിൽ ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. നമ്മളെ നിരന്തരം പരിപാലിക്കുന്ന, നമ്മളെ വഴിതിരിച്ചു വിടുന്ന, നമ്മളെ നയിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് ഒന്നുകൂടെ ആഴത്തിലറിയാൻ ശ്രമിക്കാം. എവിടൊക്കെയോ നമ്മൾ ഉരുണ്ട് താഴെ പതിക്കാമായിരുന്നിടത്ത് ദൈവം എന്തൊക്കെയോ തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കരുതി കാണും, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഒരുപക്ഷെ നീ നിബദിക്കാതിരിക്കാൻ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ വഴിയെ ഒന്ന് മാറ്റി തിരിച്ചുവിട്ടതായിരിക്കാം. ഇത്തരത്തിലുള്ള പരിപാലനകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരിക്കലും അവിശ്വസിക്കാതിരിക്കാൻ നമുക്ക് ആ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.